ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോ എല്ലാവരും LDCക്ക് വേണ്ടിയിട്ട് ഭയങ്കര കട്ട പരിശ്രമത്തിലായിരിക്കും. അപ്പൊ അതിലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഗവേണൻസിലും അതുപോലെ ഇമ്പോർട്ടന്റ് ആക്ടിലൊക്കെ വരുന്ന ഒരു ടോപ്പിക് ആണ് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ സംരക്ഷണത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ആക്ട് ഉണ്ട്, പോക്സോ നിയമം. പോക്സോ നിയമത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പോക്സോ? എന്താണ് പോക്സോ? പോക്സോന്റെ സ്പെല്ലിംഗ് കണ്ടോ? POCSO. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതായത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്, എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? പാർലമെന്റ് പാസ്സാക്കിയത് 2012 ജൂൺ 19. എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2012 ജൂൺ 19. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. ഇനി കൺഫ്യൂഷൻ വരുത്തുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാണ് ഈ നിയമം നിലവിൽ വന്നത്? ആദ്യം പറഞ്ഞത് പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത് എന്നാണ്, പക്ഷെ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ പാടില്ല. 2012 നവംബർ 14 നിലവിൽ വന്നത്. ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കൂ. എന്നാണ് പാസ്സാക്കിയത്? പോക്സോ നിയമം 2012 എന്നാണ് പാസ്സാക്കിയത്? 2012 ജൂൺ 19. പക്ഷെ നിലവിൽ വന്നത്, നമ്മൾ നിലവിൽ വന്ന പ്രാബല്യത്തിൽ വരുന്നതാണ്. പാർലമെന്റിൽ നിന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, പ്രസിഡന്റ് സൈൻ ചെയ്യുകയും വേണം. അതായത് ഒപ്പ് വെച്ചിട്ട് അപ്പോഴാണ് പാർലമെന്റ് പാസ്സാക്കുന്നത്. അതാണ് 2012 ജൂൺ 19 എന്ന് പറയുന്ന ഡേറ്റ്. ഇനി നിലവിൽ വന്നത് എന്നാ? 2012 നവംബർ 14. ആ ഭാഗം ക്ലിയർ ആയില്ലേ? ഇനി പോക്സോ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 9 അധ്യായങ്ങളുണ്ട്. ചാപ്റ്റേഴ്സ്. അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ്. 9 അധ്യായങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. ഇനി എത്ര സെക്ഷൻ, വകുപ്പുകളുണ്ട്? 46 വകുപ്പുകളുണ്ട്. അപ്പൊ പോക്സോ നിയമത്തിൽ 2012 പോക്സോ നിയമത്തിൽ 9 അധ്യായങ്ങളും 46 സെക്ഷനുകളും വകുപ്പുകളും ഉണ്ട്. ഇനി പോക്സോ നിയമത്തിന്റെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലൈംഗിക ആക്രമണത്തിൽ നിന്നും അതുപോലെ ലൈംഗിക പീഡനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അതാണ്. എന്താണ് ഒന്നാമത്തെ ലക്ഷ്യം? ലൈംഗിക ആക്രമണത്തിൽ നിന്നും ലൈംഗിക പീഡനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അതുപോലെ അശ്ലീലതയിൽ നിന്ന്, പോണോഗ്രഫി എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അതിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കുക. അങ്ങനത്തെ. അതുപോലെ പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമല്ലേ, അതിൽ ഈ കുട്ടികളെയൊക്കെ ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയാൽ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പോക്സോ നിയമത്തിൽ പറയുന്നുണ്ട്. പോക്സോ നിയമത്തിൽ സ്പെഷ്യൽ കോർട്സ്, അതായത് സ്പെഷ്യൽ കോടതികൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നമുക്ക് കേസൊക്കെ നടത്തണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ സ്പെഷ്യൽ കോടതികൾ ഉണ്ട്, ഓരോ ജില്ലയിലും സ്ഥാപിക്കും. അതിനെ കുറിച്ചൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നെ പോക്സോ നിയമപ്രകാരം ശിക്ഷാരീതികളൊക്കെ കുട്ടികൾക്ക് എന്താ പറയാ, ശിശു സൗഹാർദ്ദമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമത്തെ സംരക്ഷിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ആരാണ് കുട്ടികൾ? പോക്സോ നിയമപ്രകാരം ആരാണ് കുട്ടികൾ എന്ന് പറയുന്നത്? ഇപ്പോ നമുക്ക് ഓപ്ഷനിൽ വരാം. 18 വയസ്സുള്ളവർ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഏതായിരിക്കും ഉത്തരം? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ല? അറിയില്ല? ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളും പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യന് ആൻസർ കൂടി കിട്ടി. ആരാണ് കുട്ടികൾ? പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടികളായി പോക്സോ നിയമപ്രകാരം കണക്കാക്കുന്നു. ഇനി ഞാൻ ഇതിലൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അതേത് നിയമപ്രകാരമാണ് കുട്ടികളായി കണക്കാക്കുന്നത്?
ബാലവേല നിരോധന നിയമപ്രകാരം ബാലവേല നിരോധന നിയമപ്രകാരമാണ് 14 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളായി കണക്കാക്കുന്നത്. ഇനി കുട്ടികളുടെ സംരക്ഷണം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നിന്നും അവരുടെ സംരക്ഷണം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗം മനസ്സിലായി. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് പോക്സോ നിയമം എന്ന് പറഞ്ഞു. അതായത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 പാർലമെന്റ് പാസ്സാക്കിയത്. പിന്നീട് പറഞ്ഞു, കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് പറഞ്ഞു. 2012 ജൂൺ 19 പാർലമെന്റ് പാസ്സാക്കിയത്. വേർഡ് സ്ട്രൈക്ക് ചെയ്യണേ, പാർലമെന്റ്. പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്? 2012 ജൂൺ 19. ഇനി നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 14. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? അതിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 9 അധ്യായങ്ങളുണ്ട്. അതുപോലെ 46 വകുപ്പുകളും ഉണ്ട്. അടുത്തത് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ലൈംഗികാക്രമണം, പീഡനം, അശ്ലീലത ഇവയിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കുക. പിന്നെ നിയമത്തിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? കുട്ടികൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾക്ക് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ശിക്ഷാ നടപടികള്, നിയമസംരക്ഷണം, പിന്നെ സ്പെഷ്യൽ കോടതിയെ കുറിച്ചുള്ള പരാമർശം, സ്പെഷ്യൽ കോടതിയുടെ നടപടിക്രമങ്ങൾ, ഇതെല്ലാം പോക്സോ നിയമത്തിൽ വരുന്നുണ്ട്. ഇനി പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്? വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ. ഇനി ഇപ്പൊ ഒരു പോക്സോ കേസ് നടന്നു, ആരാണ് പരാതി കൊടുക്കുക? ആർക്കൊക്കെ പരാതി കൊടുക്കാൻ പറ്റും? മാതാവിന് പരാതി കൊടുക്കാം, മാതാപിതാക്കൾക്ക് പരാതി കൊടുക്കാം. ഇനിയിപ്പോ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് പരാതി കൊടുക്കാം, ചൈൽഡ് ലൈനിന് കൊടുക്കാം, സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൂൾ അതോറിറ്റികൾക്ക്. ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണ് ആണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടെയാണ് സംഭവിച്ചതെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക്, അങ്ങനെ ഏതൊരാൾക്കും പോക്സോ പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് അറിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറ്റും. ഇനി ആർക്കാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്? നമ്മൾക്ക് ചെന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കാൻ, പരാതി എഴുതി പഞ്ചായത്തിലൊക്കെ പോയിട്ട് പരാതി എഴുതി കൊടുക്കുന്ന പോലെ പറ്റുമോ? ഇല്ല. എവിടെ പോയിട്ടാ പരാതി കൊടുക്കുക? 2 സ്ഥലത്ത് പോയി നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും പോക്സോ കേസ് ഉണ്ടായാൽ. ഒന്നാമത്തേത് അവിടെ, അതായത് എവിടെയാണോ സ്ഥലം, എവിടെ വെച്ചിട്ടാണോ നടന്നത്, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അല്ലെങ്കിൽ ഈ പോലീസ് യൂണിറ്റിൽ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ജുവനൈൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. പോലീസിൽ തന്നെ സ്പെഷ്യൽ ജുവനൈൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. അവർക്ക് പരാതി കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. കൃത്യം നടന്നിട്ട് എത്ര മണിക്കൂറിനകം, അതായത് കൃത്യം നടന്നു, ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു, എത്ര മണിക്കൂറിനകം കുട്ടിയെ ഷെൽട്ടർ ഹോമിലോ ഹോസ്പിറ്റലിലോ എത്തിക്കണം? അതുപോലെ തന്നെ വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ടത് എപ്പോഴാണ്? ഇതൊക്കെ ഇങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, കുട്ടിയെ കേസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എത്തിക്കുന്ന സമയം. അതായത് കൃത്യം നടന്ന് കേസ് റിപ്പോർട്ട് ചെയ്താൽ 24 മണിക്കൂറിനകം കുട്ടിയെ ഷെൽട്ടർ ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് 24 മണിക്കൂറിനകം, കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് 24 മണിക്കൂറിനകം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിക്കണം. അപ്പൊ ഒരു മാർക്ക് കൂടി നമുക്ക് കിട്ടി, ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ പോക്സോ നിയമത്തിന്, 2012 പോക്സോ നിയമത്തിന് ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ആ ഭേദഗതി 2019 വന്നിട്ടുള്ളത്. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഭേദഗതിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൊക്കെ ഭേദഗതിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആണ് നമുക്ക് ഈ ഭേദഗതിയും ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ PSC എങ്ങനെയൊക്കെയാ ചോദിക്കാന്ന് അറിയില്ല. നമുക്ക് ഈ ഭേദഗതി കൂടി പഠിച്ചിട്ട് പോവാം. 2019 ഭേദഗതി, പോക്സോ നിയമം 2012 ഭേദഗതി വന്നിട്ടുള്ളത്. രാജ്യസഭയിലാണ് ആദ്യമായിട്ട് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത്.
ഡേറ്റ് നോക്കൂ, 2019 ജൂലൈ 24. ഡേറ്റ് എത്രയാണ്? 2019 ജൂലൈ 24 രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇനി ലോക്സഭയെ നോക്കൂ, എത്ര ദിവസം കഴിഞ്ഞിട്ടാ? തൊട്ടടുത്ത മാസം 1-ാം തീയതി ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. 2019 ഓഗസ്റ്റ് 1-ന് അങ്ങനെ ലോക്സഭയും പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 1-ന് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. ഭേദഗതി ബില്ല് ലോക്സഭയും പാസ്സാക്കി. ഇനി എങ്ങോട്ടാ പോകുന്നത്? രണ്ട് സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ അടുത്തേക്ക്. പ്രസിഡന്റിന്റെ അടുത്തേക്ക് 14 ദിവസത്തിന് ശേഷം, അതായത് ഓഗസ്റ്റ് 15, 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അതോടുകൂടി ബില്ല് പാർലമെന്റ് പാസ്സാക്കി. ആ സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദാണ് ആ സമയത്തെ രാഷ്ട്രപതി. ഇനി കൂടിയ ശിക്ഷ, പോക്സോ കേസുകളിൽ കൂടിയ ശിക്ഷ, വധശിക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതി ബില്ലായിരുന്നു 2019 പോക്സോ ഭേദഗതി ബില്ല്. അപ്പൊ മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വധശിക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതി, പോക്സോ നിയമത്തിന്റെ ഭേദഗതി എന്നായിരുന്നു രാജ്യസഭ പാസ്സാക്കിയത്, അല്ലെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കായിരിക്കും പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്. അപ്പൊ നമ്മൾ ഏത് ഡേറ്റാ പറയാ? 2019 ഓഗസ്റ്റ് 15. അതിൽ തന്നെ സെക്ഷൻ, അതായത് വകുപ്പ് 2, 4, 5, 6, 9, 14, 15, 34, 42, 45 ഇതെല്ലാം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട, പക്ഷേ ഇന്നത്തെ കാലത്ത് PSC എത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് അധ്യായങ്ങളിലേക്കൊന്ന് പോയാലോ? അധ്യായങ്ങളൊന്ന് നോക്കാം. അധ്യായങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നാലും അധ്യായങ്ങളിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം. ഓരോ കുറ്റകൃത്യങ്ങളും. എല്ലാ നിയമത്തെ പോലെ തന്നെ ആദ്യത്തെ അധ്യായം എന്തായിരിക്കും? പ്രിലിമിനറി, പ്രാരംഭകം. അതിൽ കുറെ നിർവചനങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് നമുക്ക് വേണ്ട. രണ്ടാമത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അധ്യായമാണ്. അതിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും ഒക്കെ പറയുന്നുണ്ട്. വകുപ്പ് 3 മുതൽ 12 വരെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്ന അധ്യായമാണ് അശ്ലീല കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കുന്നത്. വകുപ്പ് 13, 14, 15. ഈ 3 വകുപ്പുകളാണ് അധ്യായം 3-ൽ വരുന്നത്. ഇനി അധ്യായം 4 എന്താണ്? കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. 16, 17, 18 വകുപ്പുകളാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായത്തിൽ വരുന്നത്. ഇനി ഒരു കേസ് നടന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വകുപ്പ് 19 മുതൽ 23 വരെയുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാ? 24, 25, 26, 27. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞല്ലോ, കേസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോടതിയുടെ കൂടി ഇത് നമ്മൾ പറഞ്ഞില്ലേ, നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ കോടതികൾ കുട്ടികൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ ത്തിന് വേണ്ടിയിട്ടുള്ള നിയമ സംരക്ഷണത്തിലൊക്കെ സ്പെഷ്യൽ കോടതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സ്പെഷ്യൽ കോടതിയെ കുറിച്ച് പറയുന്നതാണ് അധ്യായം 7. അതിൽ വരുന്ന വകുപ്പുകളാണ് വകുപ്പ് 28, 29, 30, 31, 32. ഈ സ്പെഷ്യൽ കോടതിയുടെ തന്നെ അധികാരവും നടപടിക്രമങ്ങളും ഉണ്ട്. അത് തൊട്ടടുത്ത അധ്യായമായ 8-ലാണ് വരുന്നത്. പിന്നെ അവസാനം പലവക അഥവാ മിസെല്ലേനിയസ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. 39 മുതൽ 46 വരെയുള്ള വകുപ്പുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ നമുക്ക് ചോദിക്കാം, അശ്ലീല കാര്യത്തിന് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പോക്സോ നിയമത്തിലെ അധ്യായം ഏത്? ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ഏത് അധ്യായമാണ്? 3-ാമത്തെ അധ്യായം. ഇനി കേസ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതാണ്? 5-ാമത്തെ അധ്യായം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോ? 6. സ്പെഷ്യൽ കോടതി 7. അതിന്റെ നടപടികളും അധികാരവും
നടപടിക്രമങ്ങളും അധികാരവും എല്ലാം പറയുന്നത് ഏതാണ്? 8-ാമത്തെ വകുപ്പ്. ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് നേരെ ലൈംഗിക കുറ്റകൃത്യങ്ങളും ശിക്ഷയും ഒക്കെ പഠിക്കാം. പഠിക്കല്ലേ? എത്രയും പറഞ്ഞത് പറഞ്ഞു. എന്താണെന്നൊന്ന് ചുരുക്കി പറയാം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് പോക്സോ നിയമം വന്നത്, പാർലമെന്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നത് എത്ര അധ്യായങ്ങൾ, സെക്ഷനുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് ആരാണെന്ന് പറഞ്ഞു. പിന്നെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതുപോലെ ഷെൽട്ടർ ഹോമില്, ഹോസ്പിറ്റലൊക്കെ കുട്ടിയെ എത്തിക്കേണ്ട സമയപരിധി പറഞ്ഞു. അതിനുശേഷം അധ്യായങ്ങൾ പറഞ്ഞു. പിന്നെ ഭേദഗതി വന്നിട്ടുണ്ട്, ആ ഭേദഗതി പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് അധ്യായം 2-ലേക്കാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അവയുടെ ശിക്ഷാരീതികൾ, ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് എടുക്കാം. ആദ്യത്തെ എന്താ? ലൈംഗിക കടന്നുകയറ്റ ആക്രമണം അഥവാ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഈ അസോൾട്ട് എന്ന് പറഞ്ഞ ആക്രമണമാണ്, പെനിട്രേറ്റീവ് ആണ് കടന്നുകയറ്റം എന്ന് പറയുന്നത്. ലൈംഗിക കടന്നുകയറ്റ ആക്രമണത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാ? അതല്ലെങ്കിൽ വകുപ്പ് ഏതാ? വകുപ്പ് 3. ഇത് പഠിക്കാൻ സുഖമാണ്. കാരണം ഒരു വകുപ്പ് പറയുന്നു, കുറ്റകൃത്യം പറയാം, അതായത് കുറ്റകൃത്യത്തിന്റെ വകുപ്പ് പറയുന്നു, തൊട്ടടുത്തത് അതിന്റെ ശിക്ഷ. സുഖമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലൈംഗിക കടന്നുകയറ്റ ആക്രമണം, വകുപ്പ് 3. എന്താണ് ഈ ലൈംഗിക കടന്നുകയറ്റം? കുട്ടിയുടെ വായിലോ അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്തോ അല്ലെങ്കിൽ ശരീരഭാഗത്തോ എവിടെയെങ്കിലും ഈ കുറ്റം ചെയ്യുന്ന ആള് എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ അയാളുടെ ശരീരഭാഗമോ എന്തെങ്കിലും പ്രവേശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ, മറ്റൊരാളെ പ്രേരിപ്പിച്ചാൽ, അതെല്ലാം ലൈംഗിക കടന്നുകയറ്റ ആക്രമണത്തിൽ പെടും. എന്താണ് ലൈംഗിക കടന്നുകയറ്റ ആക്രമണം എന്ന് പറയുന്നതാണ് വകുപ്പ് 3. അതിൽ പറയുന്നതാണ് കുട്ടിയുടെ വായിലോ ശരീരഭാഗത്തോ സ്വകാര്യ ഭാഗത്തോ എന്തെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ അയാളുടെ ശരീരഭാഗമോ പ്രവേശിപ്പിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളെ പ്രേരിപ്പിച്ചാൽ അത് വകുപ്പ് 3-ൽ പെടും. ഇനി അതിനുള്ള ശിക്ഷ എന്താ? വകുപ്പ് 4-ലാണ് ശിക്ഷ പറയുന്നത്. 4-ൽ തന്നെ സബ് ക്ലോസ് ഉണ്ട്. 4-ൽ 1 പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ ശിക്ഷയും, അതായത് തടവും പിഴയുമാണ്. 4-ൽ 1 പറയുന്നത് എന്താ? 10 വർഷം മുതൽ, 10 വർഷത്തിൽ താഴെയല്ല, 10 വർഷത്തിൽ കുറയാത്ത, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും. മുൻപ് അത് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ ആയിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ 2019 ഭേദഗതിയിൽ 4-ാമത്തെ സെക്ഷനും ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാക്കിയത്. അപ്പൊ 4-ൽ 1 മനസ്സിലായല്ലോ ശിക്ഷ. ഇനി ആ കുട്ടി, നമ്മൾ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികളെന്ന്. ഇനിയിപ്പോ കുട്ടി 18 വയസ്സിന് താഴെയാണ്, പക്ഷെ 16 വയസ്സിനും താഴെയാണെങ്കിൽ ശിക്ഷ ഒന്നുകൂടെ കൂടും. അതാണ് വകുപ്പ് 4-ൽ 2 പറയുന്നത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും. മനസ്സിലായോ? ഇനി ഒരു ക്ലോസും കൂടി ഉണ്ട്, 4-ൽ 3. 4-ൽ 3 എന്ന് പറയുന്നത് ഈ പിഴ ഈടാക്കിയത് ഇരയുടെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 4-ൽ 3, സെക്ഷൻ 4(3). അപ്പൊ ഇത് മനസ്സിലായല്ലോ. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും അതിന്റെ ശിക്ഷാരീതിയും എല്ലാം മനസ്സിലായല്ലോ. അടുത്തതിക്ക് പോവാം. അടുത്തതാണ് കടന്നുകയറ്റ തീവ്ര ആക്രമണം, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് അസോൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെക്ഷൻ 5-ലാണ് അതിനെ കുറിച്ച് പറയുന്നത്. അതായത് വകുപ്പ് 5-ആണ് പറയുന്നത് കടന്നുകയറ്റ തീവ്ര ആക്രമണം, വകുപ്പ് 5. എന്താണ് കടന്നുകയറ്റ തീവ്ര ആക്രമണം എന്ന് പറയുന്നത്? കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ പീഡിപ്പിക്കുക. അതിപ്പോ നമുക്ക് ആരാണ് ഈ സംരക്ഷിക്കേണ്ടവർ എന്ന് പറയുന്നത്? ആരാണ്?
പോലീസ്, കണ്ടോ, പോലീസ്, പട്ടാളം, അതുപോലെ പബ്ലിക് സർവൻസ്. കണ്ടോ, അത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, പോലീസ്, പട്ടാളം, പബ്ലിക് സർവൻസ്, ഇവരെല്ലാവരും എന്താണ്, കുട്ടിയെ സംരക്ഷിക്കേണ്ടവരാണ്. അതുപോലെ അടുത്ത ബന്ധു, ഇവരൊക്കെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവരല്ലേ. ഇവര് തന്നെ കുട്ടിയോട് ഇങ്ങനെ ലൈംഗിക ആക്രമണം പോലെയൊക്കെ ചെയ്താല് അത് കടന്നുകയറ്റ തീവ്ര ആക്രമണത്തിലാണ് പെടുക, വകുപ്പ് 5 പ്രകാരം. ഇനി അതിൽ കുറച്ചുകൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോ ഈ സംരക്ഷിക്കേണ്ടവരെ കുറിച്ച് തന്നെ പറയാനുണ്ട്. ഇപ്പൊ പോലീസ്, പട്ടാളം, പബ്ലിക് സെർവന്റ്, അതുപോലെ അടുത്ത ബന്ധു, അങ്ങനെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്. ഇനിയിപ്പോ മാനസിക വൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ, ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ ആ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയാൽ അതും ഈ വകുപ്പിന് കീഴിൽ വരും. പിന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിലും അതും വരും. ഇനിയിപ്പോ കുട്ടിക്ക് ഈ ലൈംഗിക പീഡനത്തിലൂടെ, ആക്രമണത്തിലൂടെ HIV ബാധ വന്നു, കഠിന മുറിവ് വന്നു, ഗർഭിണിയായി, ഇനിയിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും കുട്ടിയോട് ഇങ്ങനെ സെക്ഷൽ അസോൾട്ട് നടത്തി, ഇനിയിപ്പോ പൊതുസ്ഥലത്ത് ആ കുട്ടിയെ നഗ്നരാക്കി പ്രദർശിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ മുൻപ് ഈ ശിക്ഷ പ്രകാരം ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കടന്നുകയറ്റ തീവ്ര ആക്രമണത്തിൽ പെടും. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ ആക്രമിച്ചാലുള്ള ശിക്ഷാ രീതികളും ഒക്കെയാണ് സെക്ഷൻ 5-ലും 6-ലും പറയുന്നത്. ഇനി കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ ആരാന്ന് സെക്ഷൻ 5-ൽ പറയുന്നുണ്ട്. പട്ടാളം, പോലീസ്, പബ്ലിക് സെർവൻസ്, അടുത്ത ബന്ധുക്കൾ. ഇപ്പൊ മാനസിക രോഗമുള്ള കുട്ടി, മാനസിക വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നവര്, 12 വയസ്സിന് താഴെയുള്ളവര്, ഇനിയിപ്പോ HIV ബാധ വന്നു സെക്ഷൽ അസോൾട്ടിന് ശേഷം, കഠിന മുറിവ് വന്നു, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ പോലും കുട്ടിയെ ആക്രമിച്ചാല്, ഗർഭിണിയാക്കി, ഇനിയിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും കുട്ടിയെ ഉപദ്രവിച്ചാല് ഇതെല്ലാം സെക്ഷൻ 5-ൽ പറയുന്ന പ്രകാരം കുറ്റകൃത്യമാണ്. ഇനി അതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 6-ലുള്ളത്. സെക്ഷൻ 6-ൽ എന്ന് പറഞ്ഞാല് അതിന്റെ ശിക്ഷാ രീതി പറയുന്നുണ്ട്. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവും പിഴയും. നമ്മൾ മറ്റു ശിക്ഷയിലൊക്കെ എന്താ പറഞ്ഞത്, തടവും പിഴയും എന്നാ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവും പിഴയും എന്നാണ്. ഇനിയിപ്പോ അത് വധശിക്ഷ വരെ ആകാം. നമ്മൾ പറഞ്ഞല്ലോ വധശിക്ഷ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 2019-ൽ ഭേദഗതി വന്നിട്ടുണ്ടെന്ന്. അപ്പൊ വധശിക്ഷ വരെ ഈ കുറ്റകൃത്യത്തിന് വരാം. ഇപ്പൊ കടന്നുകയറ്റ തീവ്ര ആക്രമണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് 5, അതിനുള്ള ശിക്ഷ 6, വകുപ്പ് 6. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തേത് എന്തായിരുന്നു കുറ്റകൃത്യം? ലൈംഗിക കടന്നുകയറ്റ ആക്രമണം, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഇവിടെ അഗ്രവേറ്റഡ്, രണ്ടാമത്തെ എന്തായിരുന്നു, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് കടന്നുകയറ്റ തീവ്ര ആക്രമണം. അതിൽ പറയുന്നത് കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ ഉപദ്രവിക്കുക, ആക്രമിക്കാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മൂന്നാമത്തെ കുറ്റകൃത്യം, ലൈംഗിക ആക്രമണം, സെക്ഷൽ അസോൾട്ട്. സെക്ഷൽ അസോൾട്ട് വകുപ്പ് ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം വകുപ്പ് പറയും, തുടർന്ന് അതിന്റെ ശിക്ഷ പറയും. അപ്പൊ ലൈംഗിക ആക്രമണം എത്രാമത്തെ സെക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞേ? വകുപ്പ് 7. അപ്പൊ അതിന്റെ ശിക്ഷയോ? വകുപ്പ് 8. ഇനി ലൈംഗിക ആക്രമണം അഥവാ സെക്ഷൽ അസോൾട്ട്, ആക്രമണത്തിന്റെ ഇംഗ്ലീഷാണ് അസോൾട്ട് എന്ന് പറയുന്നത്. അതായത് ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരഭാഗത്തോ സ്വകാര്യ ഭാഗത്തോ സ്പർശിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇനിയിപ്പോ ആ കുറ്റകൃത്യം ചെയ്യുന്ന ആളുടെ ശരീരഭാഗത്ത് കുട്ടിയെ കൊണ്ട് തൊടുപ്പിക്കുക, അതുപോലെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, ഇതൊക്കെ ലൈംഗിക ആക്രമണത്തിൽ ഉൾപ്പെടും. ഇതെല്ലാം വകുപ്പ് 7-ൽ പറയുന്നുണ്ട്. ഇനി വകുപ്പ് 8-ൽ എന്താണ് പറയുന്നത്? സെക്ഷൽ അസോൾട്ട് അഥവാ ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയാണ്. എന്താണ് ശിക്ഷ? 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും. മനസ്സിലായോ? ഇത് ഇത്രയേ ഉള്ളൂ. വകുപ്പ് 7-ല് ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പറയുന്നു. എന്താണ് ലൈംഗിക ആക്രമണം?
ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരഭാഗമോ സ്വകാര്യ ഭാഗമോ സ്പർശിക്കുക, തങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് കുട്ടിയെ കൊണ്ട് തൊടുവിപ്പിക്കുക അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുക, ഇതെല്ലാം ലൈംഗിക ആക്രമണത്തിൽ വരും. വകുപ്പ് 7 പറയുന്നു. ഇനി അതിന്റെ ശിക്ഷയാണ് വകുപ്പ് 8 പറയുന്നത്. എന്താണ്? 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ 3 പറഞ്ഞു. ലൈംഗിക കടന്നുകയറ്റ ആക്രമണത്തിനുള്ള ശിക്ഷ പറഞ്ഞു, അതെന്താണെന്ന് പറഞ്ഞു. ശേഷം കടന്നുകയറ്റ തീവ്ര ആക്രമണത്തെ കുറിച്ച് പറഞ്ഞു, അതിനുള്ള ശിക്ഷ പറഞ്ഞു. മൂന്നാമത്തത് ലൈംഗിക ആക്രമണം എന്താണെന്ന് പറഞ്ഞു, അതിനുള്ള ശിക്ഷയും പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. തീവ്രമായ ലൈംഗിക ആക്രമണം, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, ഒന്നുകൂടെ തീവ്രമായി. അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ സെക്ഷൻ 5 വകുപ്പ് 5 എന്താ പറഞ്ഞത്? അത് പ്രകാരം ചെയ്ത ലൈംഗിക അതിക്രമണമാണ് ആക്രമണമാണ് സെക്ഷൻ 5 പ്രകാരം. സെക്ഷൻ 5 എന്താ പറഞ്ഞത്? കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ പീഡിപ്പിച്ചാൽ അല്ലെങ്കിൽ ആക്രമിച്ചാൽ ആരാണ് സംരക്ഷിക്കേണ്ടവർ? പോലീസ്, പട്ടാളം, പബ്ലിക് സർവൻസ്, അതുപോലെ മാനസിക വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവര്, 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഞാൻ ഇനി അതിലേക്കൊന്നും ഒന്നുകൂടെ പോകുന്നില്ല, നിങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്താൽ മതി. നമുക്ക് ഈ നിയമം പ്രിന്റ് കിട്ടും, അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതെല്ലാം ചെയ്ത ആ വകുപ്പ് 5 പറഞ്ഞ പ്രകാരം ലൈംഗികമായി അതിക്രമം നടത്തിയാൽ അതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 9 എന്ന് പറയുന്നത്. അപ്പം അതിന് ശിക്ഷയോ വകുപ്പ് 10 പറയുന്നു. എന്താ ശിക്ഷ? 5 മുതൽ 7 വർഷം വരെ തടവും കൂടെ പിഴയും. മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് വായിച്ചു പോയി 1-2 പ്രാവശ്യം വായിച്ചാൽ തന്നെ കിട്ടും. ഈ സെക്ഷൻ ഒക്കെ എടുത്തിട്ട് പറയാന്ന് വെച്ചാല് കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, തീവ്രമായ ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത്? അല്ലെങ്കിൽ ഇന്ന വകുപ്പാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, അത് ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാമല്ലോ. സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ശരിയോ തെറ്റോ ചോദിക്കാം, ശരിയായത് ഏതെന്ന് ചോദിക്കാം, തെറ്റായത് ഏതെന്ന് ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. PSC ആണ്, ഭയപ്പെടുത്തല്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് ചോദിക്കുന്ന രീതി അതാണ്. അപ്പൊ നമ്മൾ ഒരു പടി മുന്നിലേ പഠിച്ചിട്ട് പോണം, എന്നാലേ നമുക്ക് PSI വെട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോ അടുത്തതിലേക്ക് പോയാലോ? സമയം കളയുന്നില്ല. അടുത്തത് എന്താണ്? അവസാനത്തെ കുറ്റകൃത്യാണ് ലൈംഗിക പീഡനം, സെക്ഷൽ ഹരാസ്മെന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മറ്റേതൊക്കെ നമ്മൾ ആക്രമണം എന്നാ പറഞ്ഞത്. അപ്പോ ഇവിടെ പീഡനം എന്നാ. ആക്രമണത്തിന് എന്താ പറയാ? അസോൾട്ട് എന്നാ പറയാ. പീഡനത്തിനോ? ഹരാസ്മെന്റ്, സെക്ഷൽ ഹരാസ്മെന്റ്. ഇനി വകുപ്പ് 11 എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നു, അഥവാ ലൈംഗിക പീഡനം എന്താണെന്ന് പറയുന്നു. കുട്ടി കേൾക്കണം എന്ന ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ളത് പറയുക അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുക, അതൊന്നാമത്തത്. ഇനി 2, കുട്ടി കാണണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്റെ ശരീരഭാഗം പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ആംഗ്യങ്ങൾ കാണിക്കുക. പിന്നെ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി കുട്ടിയെ ഭീഷണിപ്പെടുത്തുക, ഇലക്ട്രോണിക് മീഡിയ വഴി കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തില് ചിത്രങ്ങളും ഇതൊക്കെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടിയുടെ ശരീരഭാഗങ്ങളോ അങ്ങനെയൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുക, ഭീഷണിപ്പെടുത്തുക, അശ്ലീല കാര്യത്തിന് കുട്ടിയെ വശീകരിക്കുക, അതിനു വേണ്ടിയിട്ട് പാരിതോഷികം നൽകുക. ഇങ്ങനെ എന്തൊക്കെ കുട്ടിയോട് ചെയ്യാൻ പറ്റുന്നോ, നമുക്ക് പുറമെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതെല്ലാം ലൈംഗിക പീഡനത്തിൽ വരും. അത് വകുപ്പ് 11 പറയുന്നത്. ഇനി അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ വകുപ്പ് 12 പറയുന്നുണ്ട് 3 വർഷം തടവും പിഴയും. മനസ്സിലായോ? അതാണ് വകുപ്പ് 12 പറയുന്നത്. അപ്പൊ ഇത്രയും ലൈംഗിക കുറ്റകൃത്യങ്ങൾ അധ്യായം 2 പറയുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ലൈംഗിക കടന്നുകയറ്റ ആക്രമണം, കടന്നുകയറ്റ തീവ്ര ആക്രമണം, ലൈംഗിക ആക്രമണം, തീവ്രമായ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ? നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഇനി അടുത്ത അധ്യായത്തിലാണ് നമ്മൾ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. അധ്യായം 3.
അതിൽ തന്നെ വകുപ്പ് 13 ആണ് പറയുന്നത് അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 13. അതിനുള്ള ശിക്ഷയാണ് വകുപ്പ് 14. നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് ആ കാര്യം എന്ന് വകുപ്പിൽ പറയും, തൊട്ടടുത്ത വകുപ്പിൽ അതിന്റെ ശിക്ഷയും പറയും. അപ്പൊ 13 അശ്ലീല കാര്യങ്ങളെ കുറിച്ച്, കുട്ടികൾക്ക് നേരെ വരുന്ന അശ്ലീല കാര്യങ്ങള് അതിനെ കുറിച്ചിട്ട് വകുപ്പ് 13, അതിനുള്ള ശിക്ഷ വകുപ്പ് 14. വകുപ്പ് 14 തന്നെ പറയുന്നുണ്ട്, 14 സബ് ക്ലോസ് ഉണ്ട്. 14 ഒന്ന് പറയുന്നത് 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും. ഇനിയിപ്പോ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷം വരെ പോകാം. വകുപ്പ് 14 2 എന്താ പറയുന്നത്? വകുപ്പ് 3, 5, 7, 9 പ്രകാരം കുറ്റം കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ കൂടി ഉൾപ്പെടുത്തും. അതായത് വകുപ്പ് 3ന്റെയും 5ന്റെയും 7ന്റെയും 9ന്റെയും ശിക്ഷ കൂടി ഈ അശ്ലീല കാര്യത്തിന്, അതായത് പോണോഗ്രഫിക്ക് ഉള്ള ശിക്ഷയോട് കൂടെ ഉണ്ടാകും. അതിന്റെ ശിക്ഷ കൂടി ഇതിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇനി കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല കാര്യം സൂക്ഷിക്കുക, അത് വാണിജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചെല്ലാം പറയുന്ന വകുപ്പാണ് വകുപ്പ് 15. അതിനുള്ള ശിക്ഷ എന്താണ്? 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും. മനസ്സിലായോ? അപ്പം അധ്യായം 3 പറയുന്നത് അശ്ലീല കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അത് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 13. അതിനുള്ള ശിക്ഷ 14 പറയുന്നത്. പിന്നെ കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അത് വകുപ്പ് 15 പറയും. മനസ്സിലായോ? അപ്പൊ വാണിജ്യ ആവശ്യത്തിനൊക്കെ കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വകുപ്പ് 15 പറയുന്നത്. അതിനുള്ള ശിക്ഷ 5 മുതൽ 7 വർഷം വരെ തടവും പിഴയും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു അധ്യായമാണ് കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ. അതിൽ ഉൾപ്പെടുന്ന വകുപ്പുകളൊക്കെ നമുക്ക് പറയാം. എല്ലാ വകുപ്പുകളും പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വകുപ്പുകൾ നമുക്ക് പറയാം. സെക്ഷൻ 17, വകുപ്പ് 17 എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ. ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോ കുറച്ച് ആളുകൾ ഒരു സംഘം കൂടിയിട്ട് ഇവരെ ആലോചിക്കുക, എന്നിട്ട് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് അവര് ഒരാളെ പ്രേരിപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ കുറിച്ച് പറയുന്ന വകുപ്പ് 16. അതിൽ തന്നെയാണ് വകുപ്പ് 16 കേട്ടോ, സോറി, ഇവിടെ എനിക്ക് തെറ്റിയിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 16. അതിനുള്ള ശിക്ഷയാണ് 17 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് 16. സെക്ഷൻ 16 കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ കുറിച്ച് പറയുന്നത്. അതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 17 പറയുന്നത്. ഇപ്പൊ ഒന്നോ അതിലധികമോ ആളുകളൊക്കെ ചേർന്നിട്ട് ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ട് കുട്ടിയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രേരിപ്പിക്കുക, അതിനെ കുറിച്ച് പറയുന്നത് വകുപ്പ് 16, ശിക്ഷ വകുപ്പ് 17. ഇനി നമുക്ക് അടുത്തത് വകുപ്പ് 19 എന്താന്ന് പറയാം. ഇപ്പൊ വകുപ്പ് 19 എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം റിപ്പോർട്ടിംഗ് ആണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറ്റകൃത്യം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റും, കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 19 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനിയിപ്പം ഒരു കുട്ടിയാണ് ഇപ്പൊ ചെന്നിട്ട് പരാതി കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഈ രേഖാമൂലം ഈ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി നമുക്ക് അവതരിപ്പിക്കണം. കുട്ടിയുടെ മുന്നിൽ രേഖാമൂലം ലളിതമായിട്ട് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതി തയ്യാറാക്കണം റിപ്പോർട്ട്. മനസ്സിലായോ? ഇനിയിപ്പോ നമുക്ക് മലയാളം പറഞ്ഞാൽ അത് മാതൃഭാഷ, ഇപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ മലയാളം അല്ലെങ്കിൽ വേറൊരു ഭാഷയിലാണ് പറയുന്നതെങ്കിൽ ഒരു വിവർത്തകന്റെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് വകുപ്പ് 19 പറയുന്നത്. അതും 24 മണിക്കൂറിനകം നമ്മളിത് തയ്യാറാക്കണം. മനസ്സിലായോ?
ഇനി ഈ കുറ്റകൃത്യങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഓരോ മാധ്യമത്തിനും ഓരോ ബാധ്യതയുണ്ട്. മാധ്യമങ്ങളുടെ ബാധ്യതയെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 20. ഇനിയിപ്പോ വ്യാജ പരാതി, ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വ്യാജ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പോക്സോ നിയമത്തിലുള്ള വകുപ്പ് ഏത്? വകുപ്പ് 22. അടുത്തതാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി രേഖപ്പെടുത്തുന്നത് വ്യാജ പരാതിക്കുള്ള ശിക്ഷ പറഞ്ഞില്ലല്ലോ. വ്യാജ പരാതി നൽകുന്നതിനെതിരെയുള്ള ശിക്ഷ എന്താണ്? 6 മാസം തടവോ പിഴയോ. 6 മാസം തടവും പിഴയുമാണ് വ്യാജ പരാതി നൽകിയാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏത് അധ്യായത്തിലാണ് വരുന്നത്? 6ാമത്തെ അധ്യായത്തിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. വകുപ്പ് 24, 25, 26, 27. ഇനി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് 24. ഈ മൊഴി രേഖപ്പെടുത്തുന്നത് മജിസ്ട്രേറ്റിന് മുന്നിലാണെങ്കിൽ അതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 25. ഇനി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പോലീസ് ഉദ്യോഗസ്ഥരാണ് മൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ഇപ്പൊ ആൺ പോലീസ് ഉദ്യോഗസ്ഥരാണോ അതോ വനിതാ പോലീസ് ആണോ? അതായത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? പിന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് യൂണിഫോം പാടില്ല. മനസ്സിലായോ? യൂണിഫോം പാടില്ല. അതായത് മഫ്തിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. കുട്ടിക്ക് ഭീതിയൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ രാത്രി പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ വിളിച്ചു വരുത്തി തടങ്കലിലൊന്നും വെക്കാനൊന്നും പാടില്ല. കുട്ടിക്ക് എവിടെയാണോ കംഫർട്ട് ഉള്ളത്, കുട്ടിയുടെ വിവരം പൊതുമാധ്യമത്തിൽ വരുന്നില്ല എന്നൊക്കെ പോലീസ് ഉറപ്പുവരുത്തണം. അതല്ല, കുട്ടിയുടെ വിവരം പൊതുമാധ്യമത്തിൽ വരുന്നില്ല, അതുകൂടെ ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥര് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുട്ടിക്ക് എവിടെയാണോ സുരക്ഷിതത്വം, അതിപ്പോ മജിസ്ട്രേറ്റിൽ, പോലീസ്, മാതാപിതാക്കൾ, കുട്ടിക്ക് വിശ്വാസമുള്ള ആളുടെ കൂടെ, ഇങ്ങനെയൊക്കെ ആളുടെയൊക്കെ കൂടെ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കും മൊഴി രേഖപ്പെടുത്തുമ്പോൾ കുട്ടി ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയി. ഒന്നുകൂടി പറയാം. വകുപ്പ് 24 എന്താ പറയുന്നത്? കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം. ഇനി ആ സമയത്ത് അവർ യൂണിഫോം ധരിക്കാൻ പാടില്ല. രാത്രി കാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ തടങ്കിൽ വെച്ചിട്ടൊന്നും കുട്ടിയെ മൊഴി രേഖപ്പെടുത്താൻ പാടില്ല. പിന്നെ കുട്ടീന്റെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് എവിടെയാണോ കംഫർട്ട് ആയിട്ട് തോന്നുന്ന സ്ഥലം അവിടെ വെച്ചോ, മജിസ്ട്രേറ്റിന് മുന്നിലോ എവിടെ വെച്ചും മൊഴി രേഖപ്പെടുത്താം. ഇനി മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് മജിസ്ട്രേറ്റോ പോലീസോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പിന്നെ കുട്ടിക്ക് വിശ്വാസമുള്ള ആരെങ്കിലും കുട്ടിയുടെ കൂടെ വേണം. ഇനി കുട്ടിയുടെ വിവരം പൊതുമാധ്യമത്തിൽ വരുന്നില്ല എന്ന് പോലീസ് എന്തായാലും ഉറപ്പ് വരുത്തുകയും വേണം. അതാണ് വകുപ്പ് 24 പറയുന്നത്. 24, 25, 26, 27 ഇതിന്റെ ഇടയിലുള്ള സെക്ഷനിൽ പറയുന്നത്. ഇനി പോലീസ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മൊഴി രേഖപ്പെടുത്തുന്നു എങ്കിൽ അത് ഒരു ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനത്തിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി സെക്ഷൻ 25 എന്താ പറയുന്നത്? 25 പറയുന്നത് എന്താന്ന് വെച്ചാല് മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 25. ഇനി അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. 1973 ക്രിമിനൽ നിയമം 164 വകുപ്പ് പ്രകാരം കുറ്റസമ്മതം അതുപോലെ മൊഴിയെല്ലാം എന്താണോ കുട്ടി പറയുന്നത് അതുപോലെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. അതുകൂടി ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പോക്സോ നിയമം, അതിൽ എത്ര അധ്യായങ്ങളുണ്ട്, കുട്ടി ആരാണ്, പരാതി കൊടുക്കേണ്ടത് ആർക്കാണ്, പരാതിപ്പെടേണ്ടത് ആരാണ്, എവിടെ പരാതി കൊടുക്കണം, കുറ്റകൃത്യങ്ങള്, അവരുടെ ശിക്ഷ,
പിന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്, വ്യാജ പരാതി, കേസ് റിപ്പോർട്ട് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് കുട്ടിയുടെ വൈദ്യപരിശോധന, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സെക്ഷൻ 27, കുട്ടിയുടെ വൈദ്യപരിശോധനയെ കുറിച്ച്. ഇനിയിപ്പോ ഒരു FIR ഇല്ല, പരാതി ഒന്നും ഇല്ലെങ്കിലും കുട്ടിയെ CRPC 164 വകുപ്പ് പ്രകാരം വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. മനസ്സിലായോ? വകുപ്പ് 27 വൈദ്യപരിശോധനയെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ഇപ്പോ പ്രാഥമിക റിപ്പോർട്ട് അഥവാ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR, അല്ലെങ്കിൽ ഇപ്പൊ പരാതി ഒന്നുമില്ല എങ്കിലും കേസ് നടന്നു എന്ന് അറിഞ്ഞാൽ കുട്ടിയെ CRPC ക്രിമിനൽ ലോ പ്രകാരം 164 വകുപ്പ് പ്രകാരം എന്ത് ചെയ്യണം? 164A പ്രകാരം എന്ത് ചെയ്യണം? കുട്ടിയെ വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. രക്ഷിതാവിന്റെയോ അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റാരുടെങ്കിലും കൂടെയോ ആശുപത്രിയിൽ വനിതാ ഉദ്യോഗസ്ഥ ഇല്ലെങ്കിൽ ഒരു വനിതയുടെ കൂടെ ആയിരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥയാവാം. കുട്ടിക്ക് ആരാണോ ഇഷ്ടമുള്ളത് അവരുടെ കൂടെ ആയിരിക്കണം വൈദ്യപരിശോധന നടത്തേണ്ടത്. അവര് കൂടെ ആ സമയത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ വൈദ്യപരിശോധനയെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വകുപ്പ് 28 പോകാം. നമ്മൾ പറഞ്ഞു ഈ നിയമപ്രകാരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയമ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികള് ഉണ്ടെന്ന്. അതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 28. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ വേഗത്തിൽ വിചാരണ നടത്താൻ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷം ഓരോ ജില്ലയിലും സെക്ഷൻ കോടതികളെ സ്പെഷ്യൽ കോടതികളായിട്ട് പരിഗണിക്കാവുന്നതാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വകുപ്പ് 28 സ്പെഷ്യൽ കോടതികളുടെ പദവികളെ കുറിച്ച് പറയുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട്, വേഗത്തിൽ വിചാരണ നടത്താൻ സർക്കാരിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടെ ആലോചിച്ച ശേഷം ഓരോ ജില്ലയിലും സെക്ഷൻ കോടതിയെ സ്പെഷ്യൽ കോടതിയായി മാറ്റാം. മനസ്സിലായോ? ആ സ്പെഷ്യൽ കോടതിയിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 32. മനസ്സിലായോ? വകുപ്പ് 32 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ച് പറയുന്നത്. ഇനി ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ യോഗ്യത എന്താണ്? അഭിഭാഷകനായി 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം. ആരാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ? അഭിഭാഷകനായിട്ട് 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉള്ള ആളായിരിക്കണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ ലൈംഗിക കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇനിയിപ്പോ പണ്ടെന്നോ നടന്ന കുട്ടിയായിരിക്കുമ്പോൾ നടന്നു, ഇപ്പൊ അയാളെ മുതിർന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു സമയപരിധി ഇല്ല. എപ്പോഴാണോ നമുക്ക് ഇപ്പൊ അന്ന് ഞാൻ ചെറിയ കുട്ടിയായപ്പോ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഇനി കൊടുക്കുന്ന കേസിന്റെ വിചാരണ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. അതായത് അവരുടെ വിവരങ്ങളൊന്നും പുറത്ത് പൊതു ആയിട്ട് വരാൻ പാടില്ല. അത് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 37. വകുപ്പ് 37 പറയുന്നത് എന്താണ്? കേസ് വിചാരണ രഹസ്യമായിരിക്കണം. മനസ്സിലായോ? ഒരുപാട് വകുപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. നന്നായിട്ട് റിവിഷൻ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആക്ട് ഒക്കെ പ്രത്യേകിച്ചും റിവിഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. LDCക്ക് എന്തായാലും നമ്മൾ എത്ര പഠിച്ചു എന്നല്ല, നമ്മൾ റിവിഷൻ കൂടി നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തൊരു വകുപ്പ് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് വകുപ്പ് 43 എന്ന് പറയുന്നത്. പോക്സോ നിയമത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 43. മനസ്സിലായോ? വകുപ്പ് 43 എന്താണ്? പൊതുജനങ്ങൾക്കിടയിൽ പോക്സോ നിയമത്തെ കുറിച്ച് അവബോധം ഉണ്ടാക്കണം. അതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പറയുന്നത്
വകുപ്പ് 43. മനസ്സിലായോ? ഇനി കുറ്റം ഇപ്പൊ നമ്മൾ വിചാരണ പറഞ്ഞല്ലോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പൊ വിചാരണ പൂർത്തിയാക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഈ സ്പെഷ്യൽ കോടതി ഉണ്ടല്ലോ, ആ കോടതി 30 ദിവസം കേസ് റിപ്പോർട്ട് ചെയ്താല് ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതൊക്കെ 30 ദിവസത്തിനകം പൂർത്തിയാക്കണം. ഇപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ കോടതി വിചാരണ പൂർത്തിയാക്കേണ്ട സമയം, അതായത് കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്യണേ. ഇനി അടുത്തത്, ഇനിയിപ്പോ നമ്മൾ പറയുന്നുണ്ട് അഭിഭാഷകന്റെ സഹായം തേടണം ഈ കുട്ടിക്ക്. വാദിക്കാനും ഒന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ കുട്ടിക്ക് ഈ കേസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കുട്ടിക്ക് അഭിഭാഷകന്റെ സഹായം തേടണം. ഇങ്ങനെ അഭിഭാഷകന്റെ സഹായം തേടാനുള്ള കുട്ടിയുടെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഏത് പറയും? വകുപ്പ് 40. എന്താണ്? വകുപ്പ് 40. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പോക്സോ നിയമത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇനിയും ഒരുപാട് ഉണ്ടായിരിക്കും. നിങ്ങൾ നിയമം എടുത്തിട്ട് അതിന്റെ PDF ഉണ്ടായിരിക്കും, ഗസറ്റിലൊക്കെ ഉണ്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എടുത്ത് വായിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് പോകണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇതിന്റെ ഒന്നുകൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് ആലോചിച്ചെടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാ? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? പോക്സോ നിയമം 2012. എന്താണ് പോക്സോ നിയമം? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പിന്നെ പറഞ്ഞു ഈ നിയമത്തിൽ എന്തൊക്കെയാ വരുന്നത്? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണം, പീഡനം, അശ്ലീലത, അവരുടെ സംരക്ഷണം, ഇതൊക്കെ നിയമത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികൾ ഉണ്ട്. പിന്നെ അതിന്റെ കേസ് റിപ്പോർട്ടിങ്, വിചാരണ, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകള്, അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഒരു ചോദ്യമാണ്, ആരാണ് കുട്ടികൾ? പോക്സോ നിയമപ്രകാരം ആരാണ് കുട്ടികൾ? 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പോക്സോ നിയമപ്രകാരം കുട്ടികളാണ്. പക്ഷെ മറ്റൊരു ചോദ്യമാണ്, പോക്സോ നിയമപ്രകാരം കുട്ടികളാണെന്ന് 18 വയസ്സിന് താഴെയുള്ള ആണും പെണ്ണും. ഇനി ബാലവേല നിരോധന നിയമപ്രകാരമാണെങ്കിലോ 14 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികളായി കണക്കാക്കപ്പെടുന്നത്. ഇനി കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു കാര്യമാണ് പാർലമെന്റ് പാസ്സാക്കിയത്. പോക്സോ നിയമം 2012 പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ നിലവിൽ വന്നതെന്നാണ്. എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2012 ജൂൺ 19. മറക്കരുതേ. ഇനി നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 2012 നവംബർ 14. മനസ്സിലായല്ലോ? ഇനി ഭേദഗതി വന്നിട്ടുണ്ട്. ഭേദഗതിയെ കുറിച്ച് പറഞ്ഞല്ലോ, 2019 ഭേദഗതി വന്നു. പാർലമെന്റ് എന്നാണ്, അതിലെ രാജ്യസഭ ലോക്സഭയൊക്കെ പറയുന്നുണ്ട്. രാജ്യസഭയിലാണ് ആദ്യം ബില്ല് അവതരിപ്പിക്കുന്നത്. ഭേദഗതി 2019 ജൂലൈ 24. പിന്നെ ലോക്സഭയിൽ ഓഗസ്റ്റ് 1, ആ വർഷം തന്നെ ഓഗസ്റ്റ് 1 14 ദിവസം, അതായത് 15ാമത്തെ ദിവസം പ്രസിഡന്റ് ഒപ്പുവെച്ചു. അങ്ങനെ പ്രാബല്യത്തിൽ വരുന്നു. ആ സമയത്ത് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ്. പിന്നെ പറയാൻ മറന്നു, ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാ ആ സമയത്തെ? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആ സമയത്ത് ആരായിരുന്നു? അതറിയൂ. അതായത് സ്മൃതി സുബിൻ ഇറാനി. നമ്മുടെ സ്മൃതി സുബിൻ ഇറാനിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്, ഭേദഗതി ബില്ല് കേട്ടോ, അത് മറക്കണ്ട. പിന്നെ നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ പരാതി കൊടുക്കാൻ പറ്റും? മാതാപിതാക്കള്, പൊതുജനങ്ങൾക്ക്, ചൈൽഡ് ലൈൻ, ഹെൽപ്പ് ലൈനിന്, ചൈൽഡ് കമ്മിറ്റികൾക്ക്, പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെ, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു, കേസ് നടന്നു എന്ന് അല്ലെങ്കിൽ ഒരു വിവരം ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റും. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തന്നെ വേണമെന്നില്ല കേട്ടോ. അതിനുശേഷം ആർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ, ആ സംഭവം നടന്ന ആ പരിസരത്തുള്ള, ലോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ, ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ കേസ് റിപ്പോർട്ട് ചെയ്താല് 24 മണിക്കൂറിനകം ഇവരെന്ത് ചെയ്യണം? കുട്ടിയെ ഷെൽട്ടർ ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ എത്തിക്കണം, വൈദ്യപരിശോധന നടത്തണം, കുട്ടിയുടെ അതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എത്തിക്കുന്നത്. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ കൂടി അറിയിക്കണം. ഇനി നമ്മൾ പറഞ്ഞു 9 അധ്യായങ്ങളും 46 വകുപ്പുകളും ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ നമുക്കറിയാം പ്രിലിമിനറി ആണ്. സെക്കൻഡ് അധ്യായം, അതായത് 2ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളും അവരുടെ ശിക്ഷകളും ആണ്. പിന്നെ 3ാമത്തേത് അശ്ലീലതയാണ്.
അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ തന്നെ ഒന്നാമത്തേത് ലൈംഗിക കടന്നുകയറ്റ ആക്രമണം, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതിനെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 3, അതിന്റെ ശിക്ഷ വകുപ്പ് 4. എന്താ ശിക്ഷ? അതിൽ തന്നെ സബ് ക്ലോസ് ഉണ്ട്. 4-1 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവും പിഴയും. ഇനിയിപ്പോ അത് 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും. 4-3 പറയുന്നത് ഈ പിഴ ഈടാക്കിയത് കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കുറ്റകൃത്യം എന്താണ്? കടന്നുകയറ്റ തീവ്ര ആക്രമണം, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അതിലാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് വകുപ്പ് 5 പറയുന്നു. അതിന്റെ ശിക്ഷ വകുപ്പ് 6 പറയുന്നു. എന്താണ് ശിക്ഷ? 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ്. അത് നോക്കണേ, കഠിന തടവും പിഴയും. ഇതിലാണ് വധശിക്ഷ വരെയാകാൻ പറ്റും ശിക്ഷ എന്ന് പറയുന്നത്. അതായത് 2019 ഭേദഗതി വരുത്തിയ ഒരു വകുപ്പാണ് ഇത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്താണ്? ലൈംഗിക ആക്രമണമാണ്. ലൈംഗിക ആക്രമണത്തിൽ എന്താണ് പറയുന്നത്? ലൈംഗിക ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് 7, അതിന്റെ ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും. അത് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 8. അടുത്തതാണ് തീവ്രമായ ലൈംഗിക ആക്രമണം. തീവ്രമായ ലൈംഗിക ആക്രമണം എന്ന് പറഞ്ഞാൽ വകുപ്പ് 5 പ്രകാരം പറയുന്ന ശിക്ഷകളെല്ലാം ഉൾപ്പെടും. അത് സെക്ഷൻ 9 പറയുന്നത്. സെക്ഷൻ 10 അതിന്റെ ശിക്ഷ പറയുന്നു. എന്താണ് ശിക്ഷ? 5 മുതൽ 7 വർഷം വരെ തടവും പിഴയും. ഇനി അടുത്ത അവസാനത്തെ ലൈംഗിക കുറ്റകൃത്യം അധ്യായത്തിൽ വരുന്നത് എന്താണ്? ലൈംഗിക പീഡനം. ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് 11, അതിന്റെ ശിക്ഷാരീതി വകുപ്പ് 12. ശിക്ഷ എന്താണ്? 3 വർഷം തടവും പിഴയും. ഇനി അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 12, അതിനുള്ള ശിക്ഷ വകുപ്പ് 14. അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ വകുപ്പ് 16, അതിനുള്ള ശിക്ഷയാണ് വകുപ്പ് 17. ഇനി കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് 19. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് ആയിരിക്കണം രേഖാമൂലം നൽകേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം ഭാഷ അറിയാത്ത, നമ്മുടെ ഭാഷ പരിചയമില്ലാത്ത ആളാണെങ്കിൽ വിവർത്തകന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായല്ലോ? വകുപ്പ് 20 മാധ്യമങ്ങളുടെ ബാധ്യത പറയുന്നു. അവരത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ പറയുന്നത് വകുപ്പ് 21 6 മാസം വരെ തടവും പിഴയുമാണ് പറയുന്നത്. ഇനി വ്യാജ പരാതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ പോക്സോ നിയമത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 22. അതിനുള്ള ശിക്ഷയാണ് 6 മാസം തടവോ പിഴയും. മനസ്സിലായല്ലോ? ഓടിച്ചിട്ട് പോവുകയാണേ. ഇനി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വകുപ്പ് 24, 25, 26 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം, യൂണിഫോമിൽ പാടില്ല. പിന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് ആരാണോ സുരക്ഷിതത്വമായിട്ട് തോന്നുന്നത്, പോലീസ്, മജിസ്ട്രേറ്റ് ആരുടെ മുന്നിലാണ് അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം നിൽക്കാൻ. രാത്രി കാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ പാടില്ല. അതൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ മജിസ്ട്രേറ്റിന് മുന്നിലാണെങ്കിൽ അത് വകുപ്പ് 25 മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി കുട്ടിയുടെ വൈദ്യപരിശോധനയായിട്ടും നമ്മൾ പറഞ്ഞു. വൈദ്യപരിശോധന സമയത്ത് ഒരു വനിത ഉണ്ടായിരിക്കണം, കുട്ടിക്ക് കൂടെ ഒരു വനിത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 27. ഇനി സ്പെഷ്യൽ കോടതികൾ ഉണ്ട്. ഈ കേസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനും നിയമസംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്പെഷ്യൽ കോടതികളും ജില്ലകളിൽ നിയമിച്ചിട്ടുണ്ട്. അതായത് സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച ശേഷം ഓരോ ജില്ലകളിലും സെക്ഷൻ കോടതികളെ എന്ത് ചെയ്യാം? സ്പെഷ്യൽ കോടതിയാക്കാം എന്ന് പറഞ്ഞു. പ്രത്യേക കോടതികൾ ഈ പോക്സോ കേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം, പരിഗണിക്കാം. അത്തരം സെഷൻ കോടതികളെ സ്പെഷ്യൽ കോടതിയായി പരിഗണിക്കാം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 28. ഇനി ഈ സ്പെഷ്യൽ കോടതികളിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 32. ഇനി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ യോഗ്യത എന്ന് പറയുന്നത് അഭിഭാഷകനായി 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം.
ഇനി വകുപ്പ് 37 എന്താണ് പറയുന്നത്? കേസ് വിചാരണ രഹസ്യമായിരിക്കണം. അതായത് പുറത്തൊന്നും പോവരുത്. നമ്മൾ പറഞ്ഞല്ലോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പുറത്ത് കുട്ടിയുടെ വിവരങ്ങൾ പോകുന്നില്ല എന്ന് ഈ പോലീസ് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നവർ ഉറപ്പുവരുത്തണം. ഇനി സ്പെഷ്യൽ കോടതിയുടെ അധികാരവും നടപടിക്രമങ്ങളൊക്കെ ഇപ്പോ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വഴിയാണ് നമ്മൾ കുട്ടിയാണ് മറ്റൊരു കുട്ടിയോട് ചെയ്യുന്നതെങ്കിൽ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വഴിയാണ് സ്പെഷ്യൽ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇനി ഈ നടപടി പൂർത്തിയാക്കേണ്ടത് 30 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോടതി എന്ത് ചെയ്യണം? കേസ് നടന്നു എന്നത് അറിയുന്നത് മുതൽ ആ തീയതി മുതൽ 1 വർഷക്കാലത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം. അതും പറയുന്നുണ്ട്. ഇനി പോക്സോ നിയമത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് വകുപ്പിലാണ് പറയുന്നത്? വകുപ്പ് 43-ൽ. വകുപ്പ് 43-ലാണ് പോക്സോ നിയമത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനെ പറ്റി പറയുന്നത്. ഇനി കുട്ടിക്ക് ഇപ്പോൾ ഒരു അഭിഭാഷകന്റെ സഹായം തേടണം. അതിനുള്ള കുട്ടിയുടെ സഹായത്തിന് തേടാനുള്ള കുട്ടിയുടെ അവകാശത്തെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 40. സെക്ഷൻ 40-ലാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പോക്സോ നിയമം 2012-നെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ LGS ലെവലിലൊന്നും ഇത് വരുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പം നിയമത്തിന്റെയൊക്കെ ഓരോ നിയമത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ളത് കണ്ടെത്തി അവര് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. ക്യാപ്സ്യൂൾ പോയിന്റ്സ് മാത്രമേ PDF-ൽ കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലും അല്ലാണ്ടും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഓരോ ടോപ്പിക്കിനും നോട്ട് ഉണ്ടാക്കുക. സമയപരിധി ഉണ്ടെങ്കിൽ നോട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. കേട്ട് റിവൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യം ഉറപ്പിക്കുക. റിവിഷൻ ആണ് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇതില് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പോക്സോ നിയമത്തിന്റെ ഭേദഗതി നോക്കണം. പാർലമെന്റ് പാസ്സാക്കിയതൊക്കെ നോക്കണം. പിന്നെ കുട്ടികൾ, ഒരു ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾ എന്ന് പറയുന്നത് ആരാണ്? പിന്നെ പരാതി നൽകേണ്ടത്, പിന്നെ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം, അതൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഹോസ്പിറ്റലിൽ, ഷെൽട്ടർ ഹോമിൽ എത്തിക്കുന്നത്. പിന്നെ അധ്യായം ലൈംഗിക കുറ്റകൃത്യം ഏത് അധ്യായത്തിലാണ്? പിന്നെ വ്യാജ പരാതി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭേദഗതിന്റെ സമയത്ത് പ്രസിഡന്റ് ആരാണ്? പിന്നെ ഓരോ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒന്നുമില്ല. എന്നാലും ഒന്നുകൂടെ വായിച്ചു നോക്കുക. പിന്നെ അഭിഭാഷകന്റെ സഹായം തേടാനുള്ള സെക്ഷൻ എല്ലാം വായിച്ചു നോക്കിയിട്ട് ഉറപ്പിക്കുക. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.